പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ പരാതിയുമായി നടൻ സിദ്ദീഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ഭീഷണിപ്പെടുത്തിയാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സിദ്ദീഖിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്ന തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് നടപടിയെന്ന് പ്രത്യേക അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നുണ്ട്. നിതിൻ പ്രഭാകരനുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി നിതിൻ, എന്തായാലും ഈ സുഹൃത്തുക്കളെയൊക്കെ വിട്ടയച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ബലാത്സംഗ കേസിലെ പ്രതി നടൻ സിദ്ദീഖിന്റെ മകൻ ഷഹീൻ സിദ്ദീഖിന്റെ സുഹൃത്തുക്കളെയാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി വൈറ്റിലേക്കടുത്തുള്ള തൈക്കുടം എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നാദിർ, പോൾ എന്നീ രണ്ടുപേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ നാദിർ മലപ്പുറം സ്വദേശിയും പോൾ എറണാകുളം സ്വദേശിയുമാണ്. ഇവരെ കൊച്ചിയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ ചോദ്യം ചെയ്തു. അതിനുശേഷം ഇവരെ വിട്ടയച്ചു. എപ്പോൾ അന്വേഷണ സംഘം വിളിച്ചാലും ഹാജരാകാമെന്ന നിബന്ധനയിലാണ് ഇവരെ വിട്ടയച്ചത്. അന്വേഷണ സംഘം പറയുന്ന വിവരമനുസരിച്ച് സിദ്ദീഖിനെ ഒളിവിൽ പോകാൻ ഇവർ സഹായം ചെയ്തു നൽകിയിട്ടുണ്ടെന്നും സിദ്ദീഖിന് സിം കാർഡും ഡോങ്കിളും എത്തിച്ചു നൽകിയത് ഇവരാണെന്നും അന്വേഷണ സംഘം പറയുന്നു. അതുകൊണ്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഷ്യം. നിലവിൽ ഇരുവരെയും വിട്ടയച്ചിട്ടുണ്ട്. എപ്പോൾ അന്വേഷണ സംഘം ഹാജരാകാൻ ആവശ്യപ്പെട്ടാലും ഹാജരാകാമെന്ന ഉറപ്പിലാണ് ഇരുവരെയും വിട്ടയച്ചത്. മറ്റ് വിവരങ്ങൾ ഒന്നും ഇവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവർ പറയുന്നത് സിദ്ദീഖിനെ ഒളിവിൽ പോകാൻ ഇവർ സഹായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. സിദ്ദീഖിനെ കൂടുതൽ കുരുക്കാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സിദ്ദീഖുമായി അല്ലെങ്കിൽ സിദ്ദീഖിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിതിൻ, നിലവിൽ ഈ മകൻ, അതായത് സിദ്ദീഖിന്റെ മകൻ പരാതി നൽകിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ. എങ്ങനെയാണ് ഇതിന്റെയൊക്കെ നീക്കങ്ങൾ? മകൻ നൽകിയ പരാതിയിൽ തന്നെ 2 സുഹൃത്തുക്കളെ കസ്റ്റഡിയിൽ എടുത്തുവെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. എന്നാൽ 2 സുഹൃത്തുക്കളെ പുലർച്ചെ കസ്റ്റഡിയിലെടുത്തത് സിദ്ദീഖിന് മൊബൈൽ സിമ്മും അതോടൊപ്പം തന്നെ ഡോങ്കിളും എത്തിച്ചു നൽകിയതിനാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ 2 പേരെയും കസ്റ്റഡിയിലെടുത്ത SIT സ്ഥിരീകരിക്കുകയും ചെയ്തു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. ഇനി പരാതിക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഇവരെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയത്. തുടർന്നാണ് SITയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. ഇവർ സിദ്ദീഖിന് മൊബൈൽ സിം കാർഡും അതോടൊപ്പം തന്നെ ഡോങ്കിളും എത്തിച്ചു നൽകി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. ഭദ്ര, ശരി. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ നേരത്തെ സിദ്ദീഖിന്റെ മകൻ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സുഹൃത്തുക്കളെ ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സിദ്ദീഖിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സുഹൃത്തുക്കളെ നേരത്തെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരെ ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ്. എന്തായാലും എപ്പോൾ വിളിച്ചാലും വരാം എന്നുള്ള ഒരു വ്യവസ്ഥ പ്രകാരമാണ് ഇവരെ വിട്ടയച്ചിട്ടുള്ളത്.